ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2313. ഇന്ന് മെയ് മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 121-ാമത്തെ ദിവസത്തിൽ, അങ്ങനെ 5-ാം മാസത്തിന്റെ ആരംഭമാണിന്ന്. ക്രിസ്തുയേശു തന്റെ വിസ്താരവേളയിൽ എന്തിനാണ് ഇത്ര അഗാധമായ ആഴപ്പെട്ട മൗനം പാലിച്ചത്? അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ 2 പുലരികളായി നമ്മൾ ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പോകുന്നത്. എല്ലാത്തിനും മറുപടി പറയേണ്ടതില്ല, എല്ലാ ആരോപണങ്ങൾക്കും പ്രതിരോധം തീർക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ട ജീവിതത്തിൽ. ചില തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുക്കാവൂ. ചില തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണ്ട. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാരാണ്? അവരാരായാലും ജീവിതത്തിന്റെ പരീക്ഷയെ പലപ്പോഴും അവർ പരാജയപ്പെടാനാണ് സാധ്യത. കുറേയൊക്കെ ചോദ്യങ്ങളെ ഉത്തരമില്ലാതെ അവശേഷിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഭാഷയിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം രേഖപ്പെടുത്തി സ്ഥലം വിടുക. അവിടെ ഉത്തരം എഴുതേണ്ടത് തമ്പുരാനാണ്. ഞാനിനി ആലോചിച്ച് പരിശ്രമിച്ചെഴുതുന്ന പല ഉത്തരങ്ങളും ആത്യന്തികമായി ശരി ആവണമെന്നില്ല, തെറ്റിപ്പോയേക്കാം. തെറ്റിപ്പോകാത്ത ഉത്തരങ്ങൾ, സ്ഥിരമായ ശരി നിറഞ്ഞ ഉത്തരങ്ങൾ എനിക്ക് വേണ്ടി എഴുതാനായിട്ട് യേശു ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാവണ്ടേ? അതുകൊണ്ട് തന്നെ ജീവിതത്തെ കുറച്ചും കൂടി മൗനം ശീലിക്കാനായിട്ട്, അതും വൈകാരികമായി ഞാൻ ഏറ്റവും ഉലഞ്ഞു പോകുന്ന നേരങ്ങളിൽ കുറെ ആഴപ്പെട്ട മൗനത്തിലേക്ക് എത്താനായിട്ട് പരിശീലിച്ചേ മതിയാവും. ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും മോശപ്പെട്ടൊരു നേരം എന്താണെന്നറിയാമോ? അവനിങ്ങനെ പരസ്യമായി ചോദ്യം ചെയ്യുമ്പോഴാണ്. അതൊരു വലിയ അപമാനിക്കൽ കൂടിയാണ്. ക്രിസ്തുയേശു നേരിട്ട ഈ ഒരു വിസ്താര രംഗം കാര്യമായി നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ അത്ഭുതം കൊണ്ട് മാത്രമല്ല, അഗാധമായ സങ്കടം കൊണ്ടും കണ്ണു നിറയും. അതിനെ മറികടന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ മിണ്ടുന്നില്ല എന്ന് ഒരാൾ ഉറച്ച തീരുമാനം എടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അയാൾക്ക് കൃത്യമായൊരു ഉത്തരവുണ്ട്. മിണ്ടേണ്ട ആള് മിണ്ടേണ്ട നേരത്ത് മിണ്ടും. നമ്മളുടെ ഈ മനുഷ്യജീവിതം വളരെ ഹ്രസ്വമാണ്, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭൂരിഭാഗം കാലവും നേരവും ഇങ്ങനെ തർക്കിച്ചും വാദിച്ചും മിണ്ടിയും മിണ്ടാതിരുന്നും പ്രതിഷേധിച്ചും പ്രതിരോധിച്ചും എല്ലാ ചന്തവും കളയുകയാണ്. കുറച്ച് നാളും കൂടെ ഒരുപക്ഷെ ഉണ്ടാവും ഓരോരുത്തർക്കും, അറിയില്ല എത്ര കാലമെന്ന്. കുറെ കൂടി സൗമ്യമായിട്ട്, ശാന്തമായിട്ട്, കുറെ കൂടി ഒരു വിനയത്തോടും കൃതജ്ഞതയോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ആയാലും. ആമേൻ.